ശ്രീനിവാസൻ മരിച്ചു കിടക്കുന്ന സമയത്ത് വിനീത് ശ്രീനിവാസനും കുടുംബത്തിനൊക്കെ എന്തായിരിക്കും മാനസികാവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ കേസ്. പിണറായി വിജയൻ ശ്രീനിവാസൻ്റെ മൃതദേഹം കാണാൻ വേണ്ടി വന്ന സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ അവിടുന്ന് എഴുന്നേറ്റില്ല, ഭയഭക്തി ബഹുമാനത്തോടു കൂടി എന്നതാണ് പല അന്തകമ്മികൾക്കുള്ള വലിയ പ്രശ്നം. അവർ ഈ മരണത്തിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ആര് കളിച്ചു വിനീത് ശ്രീനിവാസനെതിരെ സൈബർ വേൾഡിൽ ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരിയാണ് ധ്യാൻ ശ്രീനിവാസൻ അഹങ്കാരമുണ്ട് എന്ന് മുമ്പ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകൾ. മുഖ്യമന്ത്രി വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ബഹുമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കാമായിരുന്നു എന്നൊക്കെ. കഴിച്ചൊരു കാര്യം മനസ്സിലാക്കണ്ടേ, ഒരു മകൻ എന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങളൊരു കാര്യം കളിച്ചിരിക്കുക, ധ്യാൻ ശ്രീനിവാസനെ എപ്പോഴും ചിരിച്ചിട്ട് തഗ് പറഞ്ഞിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ. ആ മനുഷ്യൻ അയാളവിടെ കരഞ്ഞ് തളർന്നിരിക്കുകയാണ്. ഞാൻ ഇന്നേവരെ ധ്യാൻ ശ്രീനിവാസൻ കരയുന്നതായിട്ട് ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോയിലോ റീലിലോ ഷോർട്ട് വീഡിയോയിലോ ഇൻസ്റ്റഗ്രാമിലോ എവിടെയും കണ്ടു, ഫേസ്ബുക്കിലോ എവിടെയും കണ്ടിട്ടില്ല കേസ്. അപ്പോൾ ആൾ അത്രയും തളർന്ന് തരിപ്പണായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് അയാൾക്ക് കുടുംബത്തെ ബാക്കിയുള്ളവരെ എന്താ പറയുക, അവരെ ആശ്വസിപ്പിക്കുകയാണോ സ്വയം ആശ്വസിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ, സ്വയം ആശ്വസിപ്പിക്കേണ്ട എങ്ങനെയെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അതൊരു മരണ വീടാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പൊളിറ്റിക്കലായിട്ടുള്ള വിഷം തുപ്പേണ്ട സംഗതി അല്ലത്. ഒരു മരണ വീട്ടിൽ ബഹുമാനിക്കപ്പെടുക ഇതൊന്നും അല്ല ഗൈസേ. അവിടെ സംഭവം എന്താ വെച്ചാൽ വൈകാരികമായ അത്രയും തീവ്രതയിലും നഷ്ടബോധത്തിലും നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ഒരാളെ, നമ്മളൊരു ഫാമിലീനെ മെൻ്റലി ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ വേണം. അതേപോലെ തന്നെ നമ്മൾ തകർന്നു പോകാണ്ടിരിക്കണം. ആ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ അടുത്തുണ്ട്, അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. ഇത്രയും ആളുകളൊക്കെ അവിടെ ഡെഡ് ബോഡിയാണ് തൊട്ടപ്പുറത്തുള്ളത്. ആ സമയത്താണ് ഒരു ഒലക്കേമല പരിപാടിയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അന്തംഗമ്മികളാണ് പാർട്ടിയുടെ ശാപം ഗൈസ്, എനിക്കത് തോന്നുന്നത്. കാരണം നെഗറ്റീവായൊരു സംഗതിയാണ് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ നിങ്ങളുടെ അന്തംഗമ്മികൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ഇതാണ് ഇത്. എന്താ ഇപ്പോൾ ഇതിനൊക്കെ പറഞ്ഞിട്ട് കാര്യം. ഒരാൾ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്തും ബഹുമാനിക്കണം, എഴുന്നേറ്റിക്കണം, റാൻ മോളിൽ നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതൊരു കാര്യം, ഇതൊരു കമ്മ്യൂണിസമാണ് കേസ്. കമ്മ്യൂണിസത്തിൽ കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക, എല്ലാവരും ഈക്വലാണ് അല്ലേ. അല്ലാണ്ട് അടിമളയെ പോലെ റാൻ മോളിൽ നിൽക്കണം എന്നാണോ പറയണത്? അത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം ആ ഒരു സമയത്ത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോഴേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീല് കണ്ടു, ഇങ്ങനെ ആ ചങ്ങായിയുടെ അങ്ങനെയുള്ള ആൾക്കാരെ കുറേ കമൻറ്റുകൾ, എഴുന്നേറ്റ് നിൽക്കണമായിരുന്നു, അഹങ്കാരിയാണ് ധ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. കഷ്ടം.